പേപ്പർ മാത്രം ഉപയോഗിച്ച് സ്റ്റിക്കർ ഉണ്ടാക്കുമെന്ന് നമ്മുടെ ശിവനന്ദക്കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് ചെയ്യുന്നത്. ആദ്യം നമ്മൾ നമ്മുടെ പേപ്പറിലേക്ക് ഒരു പിക്ചർ വരച്ചെടുക്കുക. ട്രേസ് എടുക്കാം, എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ആ ചിത്രം നമ്മളൊരു മാർക്കർ അല്ലെങ്കിൽ ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിന് നല്ല മാച്ചിങ് കളർ നോക്കിയിട്ട് നല്ല ഭംഗിയിൽ കളർ അടിച്ചു കൊടുക്കുക കേട്ടോ. ഇടയിൽ ആ കുറച്ച് വൈറ്റ് ഒക്കെ കണ്ടോട്ടെ, അത് ചിത്രത്തിനൊരു ഭംഗി തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കത് നല്ല ഭംഗിയിൽ കട്ട് ചെയ്തെടുക്കാവേ. പിന്നെ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ തന്നെ എടുത്തോളൂ. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ സെല്ലോ ടേപ്പ് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഈ ഷീറ്റിൽ ഫുള്ള് നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ഈ സ്റ്റിക്കർ അതിന്റെ മുകളിൽ വെച്ചിട്ട് അതിന്റെ മുകളിലേക്കുള്ള സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അതാ ഇങ്ങനെ അതിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണ്ട, അതിന്റെ നീണ്ടു നിൽക്കുന്ന ഭാഗം മാത്രം കട്ട് ചെയ്താൽ മതി. അതിനുശേഷം എന്താ നമ്മൾ ആ സെല്ലോ ടേപ്പ് ഇല്ലേ അതിന്റെ മുകളിലേക്കാണ് നമ്മൾ ആ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ ആ സെല്ലോ ടേപ്പ് നമ്മൾ പറിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിന്റെ സൈഡ് ഒന്ന് വീണ്ടും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ നമുക്ക് അതിന്റെ അടിയിൽ പശയുള്ള നല്ല അടിപൊളി സ്റ്റിക്കറായിട്ട് കിട്ടും കേട്ടോ. അത് നമുക്കത് ആ കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിന്റെ സൈഡിൽ ഗ്ലിറ്റർ പെന്ന് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കുന്ന ഒരു സ്റ്റിക്കർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് നമ്മൾ പിക്ചർ ഇതേപോലെ ട്രേസ് എടുക്കുക, ലൈറ്റായിട്ട് വരച്ചു കൊടുക്കണം കേട്ടോ ട്രേസ് എടുക്കുമ്പോൾ. അതിനുശേഷം അതിൻ്റെ കളർ അടിച്ചു കൊടുക്കുക. പിന്നെ ഗ്ലിറ്റർ പെന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ സ്റ്റിക്കർ ഉണ്ടാക്കുന്നത് നമ്മൾ മുകളിൽ ഉണ്ടാക്കിയില്ലേ അതേ മെത്തേഡിൽ തന്നെയാണ് സെല്ലോ ടേപ്പിൽ ഒട്ടിച്ചു കൊടുത്തിട്ടാണ് ഈ സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. പിന്നെ ഈ സ്റ്റിക്കർ ഞാൻ ചെറിയൊരു ടേപ്പിൽ ഒട്ടിച്ചേക്കുന്ന കാരണം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കാണാനുണ്ട്. അതൊന്നും വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ക്യൂട്ടായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പിക്ചറുകൾ ഇതേപോലെ ട്രേസ് എടുക്കുകയൊക്കെ ചെയ്തിട്ട് ഈ രീതിയിൽ നമുക്ക് സ്റ്റിക്കർ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ, ഇഷ്ടപ്പെട്ടിരുന്നാൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിക്കണേ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് പിന്നെ സ്റ്റിക്കറുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.